Hi students, today we will deal with a new story in the fourth module. Fourth module ഒരു പുതിയ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഫ്രം എൻവയൺമെൻറ്റ് മാറ്റേഴ്സ്. എൻവയൺമെൻറ്റ് മാറ്റേഴ്സ് ഇൻ ദ സെൻസ് ഈ പറയുന്ന പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഈ പറയുന്ന ഫോർത്ത് മൊഡ്യൂളിൽ. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് എൻവയൺമെൻറ്റ്, ആ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഈ എൻവയൺമെൻറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ടുഡേ വിൽ ഡീൽ വിത്ത് എ സ്റ്റോറി ഹാഗാർ, എ സ്റ്റോറി ഓഫ് വുമൻ ആൻഡ് വാട്ടർ. സോ ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ സാറ ജോസഫ്. സാറ ജോസഫ് എന്ന് പറയുന്ന ഒരു ഓഥറിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ ഹാഗാർ, എ സ്റ്റോറി ഓഫ് വുമൻ ആൻഡ് വാട്ടർ. ആൻഡ് സാറ ജോസഫ് ഒരു മലയാളി റൈറ്ററാണ്, കേരളത്തിൽ നിന്ന് വരുന്ന ഒരു റൈറ്ററാണ് സാറ ജോസഫ്. ആൻഡ് ഷീ ഈസ് എ ഫെമിനിസ്റ്റ് റൈറ്റർ. ഫെമിനിസ്റ്റ് ആൻഡ് എൻവയൺമെൻറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന വുമൻ ആൻഡ് എൻവയൺമെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് സാറ ജോസഫിൻ്റെ സ്റ്റോറീസ് എല്ലാം തന്നെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം തന്നെ കൺവേ ചെയ്യുന്ന ഐഡിയാസ് ഇസ് വുമൻ എംപവർമെൻറ്റ് ആൻഡ് നേച്ചർ, ദി നീഡ് ഓഫ് സെക്യൂറിങ് നേച്ചർ, അല്ലെങ്കിൽ ദി നീഡ് ഓഫ് എൻവയൺമെൻറ്റ് സേഫ്റ്റി, ആ ഒരു കാര്യത്തിനെ പറ്റിയൊക്കെയാണ് സാറ ജോസഫിൻ്റെ എല്ലാ സ്റ്റോറീസും തന്നെ ഡീൽ ചെയ്യുന്നത്. So this story of Hagar, a story of woman and water. So before starting the story, ഹാഗാറിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാണ്. ഹാഗാർ, ആസ് വി നോ, ഇറ്റ്സ് എ ക്യാരക്ടർ ഫ്രം ബൈബിൾ. ബൈബിളിലെ ഒരു ക്യാരക്ടറാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഹാഗാർ എന്ന് പറയുന്ന എബ്രഹാമിൻ്റെ ഫസ്റ്റ് വൈഫ് എന്ന് പറയാൻ പറ്റില്ല. ഷി വാസ് എ കോൺക്യൂബൈൻ, ഒരു വേശ്യയായിരുന്നു എബ്രഹാമിൻ്റെ ഹാഗാർ എന്ന് പറയുന്നത്. ദേ വർ നോട്ട് മാരീഡ്. സോ അവരുടെ ഫസ്റ്റ് ചൈൽഡ് ആയിരുന്നു ആരെന്ന് പറയുന്നത്, ഇഷ്മായിൽ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സ് ഹാഗർ ആൻഡ് ഇഷ്മായിൽ ബോത്ത് ആർ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ്. ബൈബിളിലെയും ഖുറാനിലെയും ക്യാരക്ടേഴ്സാണ് ഹാഗാറും ഇഷ്മായിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്റ്റോറിയിൽ കുറേ ഡിഫറൻസസ് ഉണ്ട്. ഈ പറയുന്ന ബൈബിളിലും ഖുറാനിലും നമ്മൾ കാണുന്ന സ്റ്റോറി അല്ല ഈ സ്റ്റോറിയിൽ വരുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ സാറ ജോസഫ് ഇത്തിരി ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ഈ സ്റ്റോറി എഴുതിയേക്കുന്നത്. സോ വിൽ സ്റ്റാർട്ട് ദ സ്റ്റോറി. ആദ്യത്തെ ബിഗിനിങ് ഉള്ള സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത്, എബ്രഹാം വെയ്ക്സ് ഹാഗാർ ആൻഡ് ഇഷ്മായിൽ. സോ വൺ ഫൈൻ ഡേ, ഒരു പെർട്ടിക്കുലർ മോർണിംഗിൽ എബ്രഹാം വെയ്ക്സ് ഹാഗാർ ആൻഡ് ഇഷ്മായിൽ, ഹാഗാറിനെയും ഇഷ്മായിലിനെയും എഴുന്നേൽപ്പിച്ച് എബ്രഹാം ഇങ്ങനെ ഇവർ രണ്ടുപേരും എഴുന്നേൽപ്പിക്കുകയാണ്. ആൻഡ് he gives her a few loaves of bread, small quantity of dates, a goat skin full of water. സോ ഇത്രയും കാര്യങ്ങളാണ് എബ്രഹാം ഈ പറയുന്ന ഹാഗാറിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ഫസ്റ്റ് എ ഫ്യൂ ലോവ്സ് ഓഫ് ബ്രെഡ്. ലോവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ കഷ്ണങ്ങളാണ്. സോ ഫ്യൂ ലോവ്സ് ഓഫ് ബ്രെഡ്, പിന്നെ കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ്സ് നിങ്ങൾക്കറിയാം ഈന്തപ്പഴമാണ്. ദെൻ എ ഗോഡ് സ്കിൻ ഫുൾ ഓഫ് വാട്ടർ, പിന്നെ കുറച്ച് വെള്ളം കൂടെ. ഇത്രയും കാര്യങ്ങളാണ് ഹാഗാറിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ആൻഡ് ദെൻ ദേ ക്രോസ് ദ വിൽഡർനെസ്. സോ ഇവരുടെ വീട്ടിരിക്കുന്നത് വിൽഡർനെസ് ആണ്. വിൽഡർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗിൾ പോലെയുള്ള കുറച്ച് മരങ്ങളൊക്കെയുള്ള കുറച്ച് വിൽഡർനെസ്, അതാണ് ഈ വൈൽഡ് അറ്റ്മോസ്ഫിയർ, അതാണ് ഈ വിൽഡർനെസ് എന്ന് പറയുന്നത്. സോ ദേ ക്രോസ് ദിസ് വിൽഡർനെസ് ആൻഡ് റീച്ച് ദി ഡെസേർട്ട്. സോ ഈ പറയുന്ന വിൽഡർനെസ് ഒക്കെ ക്രോസ് ചെയ്ത് ദേ ആർ റീച്ചിങ് ദി ഡെസേർട്ട്. ദെൻ ആ ഡെസേർട്ട് എത്തിക്കഴിയുമ്പോൾ ഹി അബാൻഡൻസ് ഹെർ ഇൻ ദി ഡെസേർട്ട്. ഈ ഡെസേർട്ടിൽ ഈ എബ്രഹാം ഹാഗറിനെ അവിടെ അബാൻഡൻ ചെയ്യാണ്, അവിടെ ഉപേക്ഷിച്ചിട്ട് എബ്രഹാം തിരിച്ച് നടന്നു പോവുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന ഹാഗർ വാസ് സോ ടെറിഫൈഡ്. കാരണം ഇവിടെ ഈ പറയുന്ന ഒരു ഡെസേർട്ടിൽ അവളെ ഉപേക്ഷിച്ച് പോകും എന്നുള്ളൊരു തോട്ട് അവൾക്ക് അത്രയും നേരം ഉണ്ടായിരുന്നില്ല. സോ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഷി വാസ് സോ ഷോക്ക്ഡ് ആൻഡ് ഷീ കോൾസ് ഹിം ഔട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്, എബ്രഹാമിനെ തിരിച്ച് വിളിക്കുകയാണ്. സോ ദാറ്റ് ഹി ടേക്സ് ഹർ വിത്ത് ഹിം. ഇവളുടെ കൂടെ ഇവനും കൂടെ ഇവളും കൂടെ തിരിച്ചു പോകാൻ പാകത്തിന് ഇവളെ വിളിക്കുകയാണ്. അതിനുശേഷം ഇവൾ പറയുന്നു ദാറ്റ് പ്ലീസ് ടേക്ക് മീ ഹോം എന്ന് പറയുന്നു. പക്ഷേ എബ്രഹാം കേൾക്കുന്നില്ല. എബ്രഹാം നടന്ന് തന്നെ പോവുകയാണ്. ആൻഡ് അതിനുശേഷം ഇവൾ ചോദിക്കുവാണ്, ഈസ് ദിസ് ദ വിൽ ഓഫ് യുവർ ഗോഡ്? നിൻ്റെ ദൈവം പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എബ്രഹാം പറയുന്നു ദാറ്റ് ദിസ് ഇസ് ദി വിൽ ഓഫ് ഗോഡ്. യെസ്, ഗോഡ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എബ്രഹാം ഇങ്ങനെ പറയുമ്പോൾ ഹാഗാറിന് മനസ്സിലാവുന്നു ദിസ് ഇസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്. സാറ പറഞ്ഞിട്ടാണ് എബ്രഹാം ഈ പറയുന്ന ഇഷ്മായിലിനെയും ഹാഗാറിനെയും ഏലിയനേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ദൈവം പറഞ്ഞിട്ടല്ല. സോ ദിസ് ഇസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ് എന്ന് ഹാഗാറിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എബ്രഹാം നിൽക്കുന്നില്ല. ഹി ഈസ് continuing his walking. Then next slide. Then ഈ പറയുന്ന ഡെസേർട്ടിൽ ഹാഗർ സ്റ്റാൻഡിങ് ദെയർ എലോൺ ആൻഡ് ദർ ഇസ് ഹെവി സാൻഡ് സ്റ്റോം. നിങ്ങൾക്കറിയാം മരുഭൂമിയാണ്. സോ ദർ ഇസ് ഹെവി സാൻഡ് സ്റ്റോം, മണൽക്കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ആൻഡ് ഷീ കവേർഡ് ദ ബേബി വിത്ത് ക്ലോത്ത്. ഈ ബേബീനെ ഈ പറയുന്ന സാൻഡ് സ്റ്റോമിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷീ ഈസ് കവറിങ് ദ ബേബി വിത്ത് ക്ലോത്ത്. ഇവൾ ഇട്ടിരുന്ന ക്ലോത്ത് കൊണ്ട് ഇവൾ ഈ ബേബീനെ കവർ ചെയ്യാണ്. ദെൻ ദർ ഇസ് സ്കോർച്ചിങ് സൺ. സ്കോർച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചൂടിനെയാണ് നമ്മൾ സ്കോർച്ചിങ് എന്ന് പറയുന്നത്. സോ അത്രയും ഭയങ്കര ചൂടായിട്ടുള്ള സൺലൈറ്റും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദി ബേബി ക്രൈ ഡ്യൂ ടു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. സോ ഈ ഡെസേർട്ടിൽ വന്നു കഴിയുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും. നമ്മളുടെ ബോഡിയിലുള്ള വാട്ടർ
കണ്ടൻറ്റൊക്കെ ഡിഹൈഡ്രേറ്റഡ് ആയിട്ട് പോയിട്ട് ദ ബേബി ക്രൈസ് ഡ്യൂ ടു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. പെട്ടെന്ന് തേഴ്സ്റ്റ് ആൻഡ് ഹങ്കർ വരുവാണ് ബേബിക്ക്. ഇറ്റ് ഈസ് എ വെരി സ്മോൾ ബേബി. സോ അതുകൊണ്ട് തന്നെ ബേബി ഈസ് ക്രൈയിങ് ഡ്യൂ ടു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. സോ ഇവളുടെ കയ്യിൽ കുറച്ച് നമ്മൾ എബ്രഹാം ആദ്യം ഏൽപ്പിക്കുന്ന കുറച്ച് വെള്ളവും കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അത് ബേബിക്ക് കൊടുക്കുവാണ്. ബട്ട് ഷീ ഡസൻറ്റ് ഈറ്റ് ദീസ് തിങ്സ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആര് കഴിക്കുന്നില്ല, ഈ ഹാഗർ കഴിക്കുന്നില്ല. ബിക്കോസ് ദ സൺ ഹാസ് ടു സർവൈവ്. ഇവളുടെ സൺ സർവൈവ് ചെയ്യണമെന്നുള്ള തോട്ടിൽ ഷീ ഈസ് നോട്ട് ഈറ്റിംഗ് ഓൾ these things, she is giving these things to baby. Then next slide. ദെൻ ദ സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ അങ്ങനെ പോവുകയാണ്. എബ്രഹാം ഇവിടെ കൊണ്ട് ഡെസേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അബാൻഡൻ പോയതിന് ശേഷം ഫസ്റ്റ് ഡേ അങ്ങനെ പോവുകയാണ്. ഇവളുടെ കയ്യിലുള്ള ഫുഡൊക്കെ ഈ പറയുന്ന ബേബിക്ക് കൊടുത്ത് ദ ഫസ്റ്റ് ഡേ ഹാസ് ഗോൺ ബൈ. ദെൻ സെക്കൻഡ് ഡേ എന്താണ് സംഭവിക്കുന്നതെന്നാണ്, വാട്ടർ റാൻ ഔട്ട്, ഫുഡ് ഓൾസോ വാസ് ഫിനിഷ്ഡ്. സോ എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്ന വെള്ളവും അവർ കൊണ്ടുപോകുന്ന ഫുഡും അന്ന് തീർന്നു പോവാണ്. ആൻഡ് ഇസ്മായിൽ ബിഗൻ ടു സ്ക്രീം ആൻഡ് ഹൗൾ. സോ ക്രൈ ആൻഡ് സ്ക്രീം രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ക്രൈ എന്ന് പറഞ്ഞാൽ ചുമ്മാ കരയുന്നതിനെയാണ്, സ്ക്രീം എന്ന് പറഞ്ഞാൽ അലറി നിലവിളിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രീം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി ഡിഫറൻസ്. സോ സെക്കൻഡ് ഡേ ദർ വാസ് നോ ഫുഡ്, നോ വാട്ടർ. അപ്പോഴത്തേക്കും ഇസ്മായിൽ ഇസ് സ്ക്രീമിങ് ആൻഡ് ഹൗളിങ്. ഹൗൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൂൾഫൊക്കെ ഹൗൾ ചെയ്യില്ലേ, കുറുക്കന്മാരൊക്കെ ഹൗൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഹൗൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി കണ്ടീഷൻ ഓഫ് ദി ചൈൽഡ്. സോ സിമ്പിൾ ക്രൈയിങ് അല്ല, ദി ക്രൈ ഈസ് സ്ക്രീമിങ് ആൻഡ് ഹൗളിങ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ക്രൈ ബിക്കെയിം വീക്കർ. അതിനുശേഷം ഈ പറയുന്ന കരച്ചിൽ പതുക്കെ വീക്കറായി വരികയാണ്. ബിക്കോസ് ദർ ഇസ് നോ ഫുഡ് ആൻഡ് നോ വാട്ടർ. Then she cried all day thinking who would be the first to die. So ഹാഗർ കരയാണ്. സോ ഹാഗർ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, കഴിഞ്ഞ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നും ഒന്നും കഴിക്കുന്നില്ല. സോ ഷീ ഈസ് തിങ്കിങ് ഹൂ വിൽ ഡൈ ഫസ്റ്റ്, ഞാനായിരിക്കുമോ കുഞ്ഞായിരിക്കുമോ ആദ്യമേ മരിക്കുന്നതെന്നുള്ള ആ ഒരു പേടിയാണ്, ആ ഒരു ഡിപ്രഷനാണ് ഹാഗറിന് ആദ്യമേ വരുന്നത്. ഷീ ഈസ് സോ ഷോക്ക്ഡ്, ഷീ ഈസ് സോ ടെറിഫൈഡ് ദാറ്റ് ഹൂ വിൽ ഡൈ ഫസ്റ്റ്, ആരായിരിക്കും ആദ്യം മരിക്കുക. കാരണം ഇവളുടെ കുഞ്ഞ് മരിക്കുന്നതും ഇവളുടെ കുഞ്ഞിനെ ഇവൾ തന്നെ ബറി ചെയ്യേണ്ടി വരുന്നതും ഉള്ള ആ ഒരു കാര്യം ഓർത്തിട്ട് ഷീ ഈസ് സോ ഡിസ്ട്രോയിഡ് ഇൻ ഹർ തോട്ട്സ്. സോ അത്രയും മാത്രം ഇവള് ഡിസ്ട്രോയിഡ് ആണ് അവളുടെ തോട്ട്സിൽ. അതുകൊണ്ട് ഇവള് ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ തേർഡ് ഡേ, സെക്കൻഡ് ഡേ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. തേർഡ് ഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞ് അതിൻ്റെ ഇതിൽ നിന്ന് ഒട്ടും സൗണ്ട് പുറത്തേക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കുഞ്ഞായി കഴിഞ്ഞു. ദെൻ തേർഡ് ഡേ ഷീ പ്രേഡ് ടു ഗോഡ്. അതുവരെ ഗോഡിനോട് ദേഷ്യം പോലെ ഉണ്ടായിരുന്നു ഇവള്. തേർഡ് ഡേ വിതൗട്ട് നോ അതർ ഗോ ഷീ സ്റ്റാർട്ട്സ് പ്രേയിങ് നോട്ട് ലെറ്റ് ഹർ സീ ദ ഡെത്ത് ഓഫ് ഹർ സൺ. സോ ഈ പറയുന്ന മദർ മേരിയോടും ഗോഡിനോടും ഇവൾ അപേക്ഷിക്കുകയാണ്, പ്ലീസ് നോട്ട് ലെറ്റ് മീ സീ ദി ഡെത്ത് ഓഫ് മൈ സൺ. എൻ്റെ മകൻ്റെ ഡെത്ത് കാണാനുള്ള ഒരു അവസരം നീ എനിക്ക് തരരുത്. പ്ലീസ് സേവ് മീ ഫ്രം ദിസ് ഓഡീൽ, പ്ലീസ് സേവ് മീ ഫ്രം ദിസ് ട്രബിൾ എന്ന് ഹാഗർ പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർനൂൺ ഇസ്മായിൽ ബിക്കെയിം സഡൻലി സ്റ്റിൽ. തേർഡ് ഡേ ആഫ്റ്റർനൂൺ എന്ത് സംഭവിക്കുന്നു, ഇസ്മായിൽ പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട് ദർ ഇസ് നോ സൗണ്ട് ഫ്രം ദി ബേബി. ഈ ബേബിയിൽ നിന്ന് ഒരു സൗണ്ട് പോലും കേൾക്കാതെ വരുമ്പോൾ ദിസ് ഹാഗർ തിങ്സ് ദാറ്റ് ഇസ്മായിൽ ഇസ് ഓൾറെഡി ഡെഡ്. ഇസ്മായിൽ മരിച്ചു പോയെന്ന് വിചാരിച്ച് ഹാഗർ ഈ പറയുന്ന കുഞ്ഞിൻ്റെ ബോഡി എടുത്ത് ഒരു ചെറിയ ബുഷിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇവള് പതുക്കെ നമ്പ് ആൻഡ് മോഷൻലെസ്, ഇവള് ഒരു കൈൻഡ് ഓഫ് മോഷനും ഇല്ലാതെ ഭയങ്കര ഇമ്മൊബൈലായിട്ട് ഇവൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ബറി ചെയ്യാൻ പറ്റുന്നില്ല, ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു ബുഷിൻ്റെ സൈഡിൽ ഈ കുഞ്ഞിൻ്റെ ബോഡി വെച്ചിട്ട് ഇവൾ ഇങ്ങനെ സൈഡിൽ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാതെ. ഇവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷീ തിങ്സ് ദാറ്റ് ദി ബേബി ഈസ് ഡെഡ്. സോ അതുകൊണ്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ട്രോമാറ്റിക് മൈൻഡ്, ആ ഒരു ട്രോമാറ്റിക് മൈൻഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവളിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഷീ ഹേർഡ് സമ്മൺ കോളിങ് ഹർ നെയിം. അവളുടെ പേര് ആരോ വിളിക്കുന്നത് പോലെ ഇവൾക്ക് തോന്നുകയാണ്. സോ ഷീ ഹേർഡ് സമ്മൺ കോളിങ് ഹർ നെയിം. സോ ഇവൾ വിചാരിക്കും, തോന്നിയതാണെന്ന് വിചാരിച്ച് ഇവൾ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ബേബി സ്റ്റാർട്ട്സ് ക്രൈങ് അഗെയിൻ. ആ ഒരു സമയത്ത് ബേബി പതുക്കെ കരഞ്ഞു തുടങ്ങുകയാണ്. സോ അത് വലിയൊരു ക്രൈ അല്ല, പക്ഷേ പതുക്കെ ഒരു വിംപറിങ് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോഴത്തേക്കും ഇവൾ പെട്ടെന്ന് ഈ കുഞ്ഞിനെ വാരിയെടുക്കുകയാണ്. ആൻഡ് ഷീ ലുക്സ് ഫോർ ദി വോയിസ്. എവിടെ നിന്നാണ് ആ വോയിസ് കേട്ടതെന്ന് ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ the voice. So what was the voice? ആ വോയിസ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഇവൾ നോക്കി കഴിയുമ്പോൾ ഷീ സീസ് എ മിസ്റ്റീരിയസ് ബേർഡ്. ഒരു ബേർഡിനെയാണ് ഇവൾ കാണുന്നത്. ഇറ്റ് വാസ് എ മിസ്റ്റീരിയസ് ബേർഡ്. എവിടെയും കണ്ടിട്ടുള്ള ബേർഡൊന്നുമല്ല, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബേർഡാണ്. ആൻഡ് ബേർഡ് എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഡിഗിങ് ദ സാൻഡ് അവിടെയുള്ള ഡെസേർട്ട് സാൻഡിൽ ഡിഗ് ചെയ്യാണ്. ആൻഡ് കുറേ നേരം ഡിഗ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, വാട്ടർ കെയിം ഗഷിങ് ഔട്ട്. ഈ നമ്മൾ കിണറൊക്കെ കുഴിച്ച് കഴിയുമ്പോൾ വെള്ളം ഉറവ പൊട്ടി വരുന്നത് പോലെ വാട്ടർ കെയിം ഗഷിങ് ഔട്ട്. ആൻഡ് ദ ബേർഡ് ഡ്രാങ്ക് ഫ്രം ഇറ്റ്. സോ ഈ ബേർഡ് ഈ വെള്ളം എടുത്ത് കുടിക്കുന്നതായിട്ടാണ്
അവിടെയാണ് ഹാഗാർ കാണുന്നത്. സോ വെള്ളം കാണുമ്പോഴത്തേക്കും ഹാഗർ വാസ് സോ ഹാപ്പി ആൻഡ് ഹാഗർ ടുക്ക് ദ ചൈൽഡ് ടു ദ സ്ട്രീം ആൻഡ് ഗേവ് ഹിം വാട്ടർ. സോ ഈ പറയുന്ന സ്ട്രീമിൻ്റെ അടുത്തോട്ട് ഈ ചൈൽഡിനെ കൊണ്ടുപോയിട്ട് ആൻഡ് ഈ ചൈൽഡിന് വെള്ളം കൊടുക്കുവാണ്. ആൻഡ് ഹാഗർ ഓൾസോ ഡ്രാങ്ക് ഫ്രം ദ സ്ട്രീം ആൻഡ് സോക്ഡ് ഹെർസെൽഫ് ഇൻ ദി സ്ട്രീം. സോ ആ സ്ട്രീമിൽ ഹാഗർ തന്നെ ആ വെള്ളം കുടിക്കുന്നു. ആൻഡ് ഷീ ഈസ് സോക്കിംഗ് ഹെർസെൽഫ്. അവൾ അതിനകത്ത് മുങ്ങുകയാണ്, ഈ വെള്ളത്തിനകത്ത് മുങ്ങുകയാണ്. സോ ദാറ്റ് ഷീ ഗെറ്റ്സ് ഇത്രയും നാളും വെള്ളവും ഒന്നും കുടിക്കാതിരുന്നതിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ആ പറയുന്നത്. സോ ഷീ ഈസ് ഡ്രിങ്കിങ് ഹെർസെൽഫ് ആൻഡ് ഷീ ഈസ് സോക്കിംഗ് ഹെർസെൽഫ് ഇൻ ദി സ്ട്രീം. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. സോ ഈ പറയുന്ന ഹാഗാറിനും കുഞ്ഞിനും വെള്ളം കിട്ടുകയാണ്. ദേ ആർ ഹാപ്പി. അറ്റ് ദ സെയിം ടൈം കുറച്ച് നൊമാഡ്സ് അവിടെ എത്തുകയാണ്. നൊമാഡ്സ് എന്ന് വെച്ചാൽ നാടോടികളുണ്ടല്ലോ, എവിടെയും ഇങ്ങനെ സ്റ്റേ ചെയ്യാതെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നവരെയാണ് നമ്മൾ നൊമാഡ്സ് എന്ന് വിളിക്കുന്നത്, നാടോടികൾ എന്ന് വിളിക്കുന്നത്. ദേ ഹാവ് നോ പെർട്ടിക്കുലർ ഹോം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റിൽമെൻ്റ് ഒന്നും അവർക്കില്ല. ദേ ആർ നോമാഡ്സ്, ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നവരാണ്, ഒരു പെർട്ടിക്കുലർ സെറ്റിൽമെൻ്റ് ഒന്നും ഇല്ലാതെ. അങ്ങനെ കുറച്ച് നോമാഡ്സ് ആണ് ഇവളുടെ അടുത്തോട്ട് വരുന്നത്, ഹാഗാറിൻ്റെ അടുത്തോട്ട് വരുന്നത്. ആൻഡ് ദേ ആസ്ക് ഹർ പെർമിഷൻ ടു ഡ്രിങ്ക് വാട്ടർ. വെള്ളം ഈ സ്ട്രീമിൽ നിന്ന് ഞങ്ങൾ വെള്ളം കുടിച്ചോട്ടെ എന്ന് ഈ പറയുന്ന ഹാഗാറിൻ്റെ അടുത്ത് ഇവർ ചോദിക്കുകയാണ്. ആൻഡ് ഹാഗാർ ആൻസേഴ്സ് ദാറ്റ് ഇതെൻ്റെ പ്രോപ്പർട്ടി അല്ല, ഈ പറയുന്ന ഈ സ്ട്രീം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ പ്രോപ്പർട്ടി അല്ല. പക്ഷേ ഞാൻ ഇത്രയും പറയുന്നു, ദാറ്റ് വാട്ടർ ഇസ് ലൈഫ് ഇറ്റ് സെൽഫ്. വാട്ടർ എന്ന് പറയുന്നത് ജീവൻ തന്നെയാണ്, ലൈഫ് തന്നെയാണ് വാട്ടർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ വാട്ടർ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഐ വിൽ ബി ദ കെയർ ടേക്കർ ഓഫ് ദ സ്ട്രീം. സോ ഞാനൊരു ഓണർ അല്ലെങ്കിൽ പോലും ഐ വിൽ ബി ദ കെയർ ടേക്കർ ഓഫ് ദ സ്ട്രീം. ഓണർ അല്ല, പക്ഷേ കെയർ ടേക്കർ ആവാൻ, ഞാൻ ഈ സ്ട്രീമിൻ്റെ കെയർ ടേക്കർ ആവാൻ പോവാണ്. സോ ദാറ്റ് ഐ വിൽ നോട്ട് അലൗ എനിബഡി ടു വേസ്റ്റ് ദി വാട്ടർ ഇൻ ദി സ്ട്രീം. ഈ സ്ട്രീമിലെ വാട്ടർ ഐ വോണ്ട് അലൗ എനിബഡി ടു വേസ്റ്റ് ദ വാട്ടർ. സോ അതുകൊണ്ട് ഇവരോട് പറയുന്നു, നൊമാഡ്സിനോട് പറയുന്നു, ഞാൻ ഇതിൻ്റെ കെയർ ടേക്കർ ആയിരിക്കാൻ പോവാണ്. ആൻഡ് ഐ വോണ്ട് അലൗ യു ടു വേസ്റ്റ് ദ വാട്ടർ. ഞാൻ നിങ്ങളെ കൊണ്ട് ഈ വാട്ടർ വേസ്റ്റ് ചെയ്യിക്കില്ല. യു ക്യാൻ ഡ്രിങ്ക് ഫോർ യുവർ നീഡ്. നിങ്ങളുടെ എന്താണോ നീഡ് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുകയോ ഈ പറയുന്ന ഡ്രിങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ യു ഷുഡ് നോട്ട് വേസ്റ്റ് ദി വാട്ടർ. സോ അങ്ങനെ പറയുമ്പോൾ നോമാഡ്സ് അതിന് എഗ്രി ചെയ്യുന്നു. ആൻഡ് നോമാഡ്സ് ഈ പറയുന്ന വെള്ളം ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ഹാഗാറിന് ഫുഡും വെജിറ്റബിൾസും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ഇവർ റെഡി ആവുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ സ്ട്രീമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ദേ സ്റ്റാർട്ട്സ് കൾട്ടിവേറ്റിംഗ് ദർ. അവിടെ പതുക്കെ വെജിറ്റബിൾസും ഗ്രെയിൻസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവിടെ അവർ സെറ്റിൽ ചെയ്യുന്നു. ഈ നോമാഡ്സ് ഒരിടത്തും സെറ്റിൽ ചെയ്യാറില്ല, പക്ഷേ നോമാഡ്സ് ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വെജിറ്റേഷൻ കൾട്ടിവേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ദേ ഡിസൈഡ്സ് ടു സ്റ്റേ ദർ. അവിടെ സെറ്റിൽ ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്യുന്നു. ആൻഡ് അവിടെ സെറ്റിൽ ചെയ്ത് ഹാഗാറിൻ്റെ ഹാഗാർ അവിടെ കെയർ ടേക്കർ ആയ ഒരു പുതിയ സിവിലൈസേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹാഗാറിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ഹാഗാർ ബിഗിനർ ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ സ്റ്റോറി ഹാഗാർ, സ്റ്റോറി ഓഫ് വുമൻ ആൻഡ് വാട്ടർ. ഇതാണ് മെയിനായിട്ട് പറയുന്നത്. ദി നീഡ് ഓഫ് സെക്യൂറിങ് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് എൻവയൺമെൻറ്റ്, ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി അല്ല ശരിക്കും നമ്മൾ ബൈബിളിലും ഖുറാനിലും കാണുന്നത്. പക്ഷേ ദിസ് ഇസ് അനദർ ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ, അല്ലെങ്കിൽ ഒരു വേറെ ടൈപ്പ് ഓഫ് വേറൊരു ക്ലൈമാക്സ് കൊടുത്ത് ഷീ ഈസ് ഗിവിങ് എ ന്യൂ തീം, ഒരു പുതിയ തീം കൊടുക്കാനായിട്ട് ഷീ ഈസ് ഗിവിങ് എ ന്യൂ ഡിമെൻഷൻ, ഒരു പുതിയ ഒരു ഡിമെൻഷൻ കൊടുക്കുകയാണ് സ്റ്റോറിക്ക്. സോ ദാറ്റ് ഷീ ക്യാൻ ഗീവ് എ ന്യൂ തീം. അതാണ് സാറാ ജോസഫ് ചെയ്യുന്നത്. സോ ദിസ് സ്റ്റോറി ഇസ് ഫ്രം ദി മൊഡ്യൂൾ പ്രൊട്ടക്റ്റിംഗ് ദി എൻവയൺമെൻറ്റ്. ആ ഒരു കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്ന വുമൻ, ഹാഗാർ എന്ന് പറയുന്ന ഒരു വുമൻ, ആ ഒരു വുമൻ എംപവർമെൻറ്റ് അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്റ്റിംഗ് ദി എൻവയൺമെൻറ്റ്, ഈ രണ്ട് തീമാണ് ഈ സ്റ്റോറി ഡീൽ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ആൻഡ് പ്ലീസ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഓഫ് 2 ചാപ്റ്റേഴ്സ്. നമ്മൾ 2 ചാപ്റ്റേഴ്സ് ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ അവിടെ